എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത പലഹാരങ്ങളോടായിരിക്കും അല്ലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. 1 കപ്പ് റവ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക പൊളിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ചൂടില്ലാത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ബട്ടർ മിൽക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ മിൽക്ക് റവയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ അതിലേക്ക് ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് പാൽ മിക്സ് ചെയ്ത ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ പായസത്തിനൊക്കെ ആക്കുന്നത് പോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ട്. അത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നെയ്യും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നെയ്യാണ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം അധികം മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലതുപോലെ നെയ്യ് എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഈനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയാണെങ്കിൽ കുറച്ച് വിനേഗറും കൂടെ ചേർത്തിട്ട് ഒഴിച്ചാൽ മതി. ഈനോ ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈനോ ചേർക്കുമ്പോൾ തന്നെ ഒന്ന് പതഞ്ഞ് പൊങ്ങിയ പോലെ ഉണ്ടാവും. പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റീൽ ബൗളോ അല്ലെങ്കിൽ കേക്കിൻ്റെ മോൾഡോ എടുക്കാം. അതൊന്ന് നെയ്യ് തടവി കൊടുക്കാം. ബ്രഷും കൊണ്ട് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/4 ഭാഗത്തോളം ഇത് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അതിന് മേലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ചൂടായി തിളപ്പിച്ച് വരുമ്പോൾ നമ്മൾ ബാറ്റർ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടൂത്ത് പിക്കും കൊണ്ട് ഞാൻ കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കത്തിയും കൊണ്ട് ഒരു സൈഡ് വിടർത്തി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വിട്ട് വന്നോളും. നമുക്ക് നെയ്യൊക്കെ തടവിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് വന്നോളും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.